رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നലത്തെ ക്ലാസ്സിൽ ഓതിക്കേൾപ്പിച്ച സൂറത്ത് ഫുർഖാനിൻ്റെ 58-ാമത്തെ ആയത്ത് തന്നെയാണ് ഇന്നും ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ ആ ആയത്ത് അർത്ഥം വെച്ച് വല്ലതും പറയാൻ സാധിച്ചിരുന്നില്ല. ആ ആയത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന്, ആ ആയത്തിൻ്റെ വാക്യങ്ങളിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ള ഒരു ദിക്ർ നമുക്കൊക്കെ ചൊല്ലൽ സുന്നത്തുള്ളതും നമുക്കൊക്കെ പലപ്പോഴും ആവശ്യം വരുന്നതുമായ ഒരു ദിക്ർ കൂടി അത് പഠിക്കലാണ് അന്നത്തെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. നമ്മളൊക്കെ മയ്യിത്ത് കാണാൻ പോകലുണ്ട്. മരിച്ചു എന്ന് കേട്ടാൽ നമ്മളെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നാട്ടുകാർ, പരിചയക്കാർ അവരൊക്കെ മരിച്ചത് കേട്ടാൽ നമ്മൾ അവിടെ പോകും, മയ്യിത്ത് കാണും. ചിലപ്പോൾ നമ്മളുടെ മുന്നിലൂടെ ജനാസ കൊണ്ടുപോകും, അത് നമ്മൾ കാണും. ഈ സമയങ്ങളിലൊക്കെ മയ്യിത്ത് കാണുമ്പോൾ വല്ല ദിക്റും ചൊല്ലലുണ്ടോ എന്ന് ചില ആളുകൾക്കൊക്കെ ചോദ്യമുണ്ട്. അതിനുള്ള മറുപടി കൂടിയാണ് ഇന്ന് പറയാൻ ആവശ്യപ്പെടുന്നത്. സൂറത്ത് ഫുർഖാനിൻ്റെ 58-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്ത, എന്നും ജീവിച്ചിരിക്കുന്ന ഒരു അല്ലാഹുവുണ്ട്. അവൻ്റെ മേലിൽ നീ ഭരമേൽപ്പിക്കണം. എല്ലാ കാര്യങ്ങളും അവനിലേക്ക് ഏൽപ്പിക്കണം. ഓൻ മരിക്കൂല, ഓനെന്നും ജീവിച്ചിരിപ്പുണ്ടാവും. മറ്റ് നമ്മൾ അവലംബമായി കാണുന്ന ആളുകളൊക്കെ മരിച്ചു പോകുന്ന ആളുകളാണ്. മനുഷ്യരൊക്കെ മരിക്കും. മനുഷ്യരെ കൊണ്ട് ഒരുപാട് നമുക്ക് ഗുണങ്ങളുണ്ട്. മറ്റു പല വ്യക്തികളെ, ജീവികളെ കൊണ്ട് നമുക്ക് ഗുണമുണ്ട്. മറ്റ് ചില വസ്തുക്കളെ കൊണ്ട് നമുക്ക് ഗുണമുണ്ട്. പക്ഷെ അതെല്ലാം നശിക്കുന്ന സാധനങ്ങളാണ്. അതേ സമയത്ത് ഒരിക്കലും നശിക്കാത്ത, മരിക്കാത്ത, എന്നും ജീവിച്ചിരിക്കുന്ന ഒരു ശക്തി, അതാണ് അല്ലാഹു. ആ അല്ലാഹുവിനാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ടത്. അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പമുള്ള തസ്ബീഹ് ചൊല്ലണം. അതാണ് നമ്മൾ ചൊല്ലുന്നത്. തസ്ബീഹ് സുബ്ഹാനല്ലാഹി മാത്രമല്ല, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹിയുടെ കൂടെ അൽഹംദുലില്ലാഹ് കൂടി കൂടി. തസ്ബീഹ് നിസ്കാരത്തിലൊക്കെ ഈ വകുല്ലു തസ്ബീഹത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ, അങ്ങനെയല്ലേ? എല്ലാ സുബ്ഹാനല്ലാഹുകളും തസ്ബീഹാണ്, എല്ലാ അൽഹംദുലില്ലാഹുകളും സദഖയാണ്. എന്നാൽ ആ രണ്ട് കൂടി ഉൾപ്പെട്ട സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഇത് വേറെയും സ്ഥലത്ത് ഖുർആനിൽ കാണാം. അല്ലാഹു തസ്ബീഹ് ചൊല്ലുമ്പോൾ ഹംദോട് കൂടി ചെല്ലുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വാക്യമാണ് പ്രചാരത്തിൽ വന്നത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത്. അപ്പോൾ വസബ്ബിഹ് ബിഹംദിഹി, അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടെ നീ തസ്ബീഹ് ചൊല്ലണം. വഖഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. അല്ലാഹു അവൻ്റെ അടിമകളിൽ ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് വ്യക്തമായി അറിയുന്നവനാണ് അല്ലാഹു തആല. അവൻ്റെ അടുക്കലുണ്ട് ചെറുതും വലുതും, അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും എല്ലാം റബ്ബിൻ്റെ അടുക്കലുണ്ട്. അപ്പൊ റബ്ബിനെ നമ്മൾ സ്തുതിക്കണം, തസ്ബീഹ് ചൊല്ലണം, അവന്റെ മേലിൽ ഭരമേൽപ്പിക്കണം. അപ്പൊ അതിലൊരു വാക്യമുണ്ട്, അൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്ത, എന്നും ജീവിച്ചിരിക്കുന്ന ഹയ്യായ അല്ലാഹുവിന്റെ മേലിൽ ഭരമേൽപ്പിക്കുക. ഈ ആയത്തിൽ നിന്ന് ഒരു ദിക്ർ ഉത്ഭുതമായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതെന്താണത്? സുബ്ഹാനൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഈ ദിക്റാണ് ഈ ആയത്തിൽ നിന്ന് ഉത്ഭുതമായിട്ടുണ്ട്. സുബ്ഹാനൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഇത് മയ്യത്തിനെ കാണുമ്പോൾ ചൊല്ലുന്ന ഒരു ദിക്ർ കൂടിയാണ്. നമ്മൾ മയ്യത്തിനെ കാണുകയാണ്,
മയ്യത്തിന്റെ മുഖം കാണുമ്പോഴാകട്ടെ, ഇനി അതല്ല ജനാസ കൊണ്ടുപോകുമ്പോഴാകട്ടെ, ഒരു മയ്യത്തിന് നമ്മുടെ ശ്രദ്ധ നമ്മുടെ കണ്ണിൽ പെട്ടാൽ നമ്മൾ അപ്പം ചൊല്ലൽ സുന്നത്ത് സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്ത എന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, ഇതാണ് ചൊല്ലൽ സുന്നത്ത്. പിന്നെ മയ്യത്ത് കാണുക എന്നുള്ളത് ആവശ്യമുള്ളവരെ മയ്യത്തിന്റെ മുഖം കാണുക എന്നുള്ളിടത്തിലേക്ക് നമ്മൾ ചുരുങ്ങി വരണം. വ്യാപകമായിട്ട് മയ്യത്ത് ഏത് മയ്യത്തിനെയും കാണാൻ പോകുക എന്നുള്ളത് നമ്മൾ മാറ്റണം. കാരണം പൊതുവായി മയ്യത്തിനെ കാണുക, മുഖം കാണുക എന്നുള്ളത് പുണ്യകർമ്മം അല്ല. എല്ലാ മയ്യത്ത് കാണുന്നതും പുണ്യകർമ്മമല്ല. അപ്പൊ കഴിയുന്നതും നമ്മുടെ അടുത്ത കുടുംബക്കാരോ അത്രയും പരിചയക്കാരോ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാവുന്നതും ആ മുഖം ഒന്ന് കണ്ടല്ല എന്ന് തോന്നുന്നത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പരിമിതപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെറിയൊരു സംഭവം പറഞ്ഞിട്ട് നിർത്താം. മാലിക് റളിയല്ലാഹു അൻഹു എന്ന മദ്ഹബിന്റെ ഇമാമുമാരുടെ കൂട്ടത്തിൽ രണ്ടാമനാണ് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം ദാരിൽ ഹിജ്റ എന്ന ബഹുമാന പേരിലാണ് മാലിക് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്. ദാറുൽ ഹിജ്റ എന്ന് പറയുന്നത് ഹിജ്റ പോയ രാജ്യം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയത് മദീന. മദീനക്ക് പറയുന്ന പേരാണ് ദാറുൽ ഹിജ്റ. ഇമാം ദാറുൽ ഹിജ്റ, ദാറുൽ ഹിജ്റയിലെ ഇമാം, മദീനയിലെ മഹാൻ എന്ന പേരിൽ അറിയപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അഗ്രഗണ്യനായ വലിയ ഇമാമാണ്. മദീനയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വേറെ ഒരു പണ്ഡിതനും ഒരു മഹാനും മതവിധി പറയുകയോ ഫത്വ പറയുകയോ ചെയ്യൂല. എവിടേക്ക് വിടുള്ളൂ? മാലിക് റളിയല്ലാഹു അൻഹു. മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു, അതാണ് അന്തിമമാണ്. ആ രൂപത്തിലായിരുന്നു ഇമാം മാലിക്കിയുടെ പദവി. എങ്ങനെ? മാലിക് ഇമാം ഉണ്ടെങ്കിൽ മദീനയിൽ മറ്റാരും മസാല പറയില്ല. ആരെ പറയുന്നു? ഇമാം മാലിക്. ആ ഒരു പദവിയിലുണ്ടായിരുന്ന മാലിക് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയതിന്റെ ശേഷം അവിടുത്തെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് ഒരാള് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണാൻ. സ്വാഭാവികമാണ്, നമ്മുടെ കൂടെ കഴിയുന്ന ആളുകൾ കുടുംബക്കാരും കൂട്ടുകാരൊക്കെയാണ് പരസ്പരം സ്വപ്നം കാണുന്നത്. മാലിക് ഇമാമിനെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ സ്വപ്നം കണ്ടപ്പോൾ മാലിക് ഇമാമിനെ കാണുന്നത് വലിയ പദവിയിലാണ്, വലിയ സുഖലോലുപതയിൽ കഴിയുന്ന രൂപത്തിലാണ് കണ്ടത്. ആ കണ്ട സമയത്ത് ചോദിച്ചു, ഇത്രയും വലിയ ബഹുമാനം നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണ് മാലിക്കേ എന്ന് ഇമാം മാലിക്കിനോട് ഈ സ്വപ്നത്തിലൂടെ ഇയാൾ ചോദിച്ചു. ഇമാം മാലിക് മറുപടി പറയുന്നു, ഞാൻ പലപ്പോഴായി ചൊല്ലിക്കൊണ്ടിരിക്കാറുള്ള ഒരു ദിക്ർ കാരണമാണ് ഞാൻ ഇത്രയും പദവിയിലും സുഖത്തിലും ഞാൻ എത്തിയത്. ഈ ദിക്ർ മർവിയുൻ അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ഒരു ദിക്റാണ്. എന്താണത്? കാന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പതിവ് ഇതാ ജനാസ, ഒരു ജനാസ കാണാൻ കഴിഞ്ഞാൽ അത് കട്ടിലിൽ എഴുതി കൊണ്ടുപോകുന്നത് കണ്ടാൽ, മയ്യിത്തിനെ കണ്ടാൽ എന്ന് ചോദിക്കും കാല. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയും, സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. ഈ ദിക്ർ ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ ചൊല്ലാറുണ്ട്. ഫഹാദ ദിക്ർ, ഈ ദിക്ർ ലമ്മ അലിംതുഹു വ തഅല്ലംതുഹു, ഞാൻ ഇത് അറിയുകയും ഇത് പഠിക്കുകയും ചെയ്തപ്പോൾ കുന്തു അദ്കുറുല്ലാഹ ബിഹി ദായിമൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിവാക്കി. ഞാനിത് ഇങ്ങനെ നിത്യം ഇത് ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, ആ ദിക്ർ ഞാൻ ഇങ്ങനെ പതിവാക്കി. ഫലമ്മ ഖദിംതു ഇലാ റബ്ബി, ഞാൻ മരിച്ച എൻ്റെ റബ്ബിലേക്ക് വന്നപ്പോൾ ഖാലലി, എന്നോട് പടച്ചോൻ ചോദിച്ചു, യാ മാലിക് അൻതല്ലദീ കുൻത തദ്കുറുനി ഖായിലൻ സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. മാലിക്, നിങ്ങളാണല്ലേ സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത് എന്ന ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നതല്ലേ? വഖദ് റദീതു അൻക യാ മാലിക്, മാലിക് നിങ്ങളെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുകയും ചെയ്തു എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ സുഹൃത്ത് സ്വപ്നത്തിലൂടെ അറിയിക്കുകയാണ്. അത്ര വലിയ ഫളലുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണ് സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്.
അത് നമ്മളും പഠിച്ചു വെക്കണം. മയ്യത്ത് കാണുമ്പോൾ കാണേണ്ട സ്ഥലത്ത് കാണാൻ പോകണമല്ലോ. അപ്പോഴൊക്കെ ആ മയ്യത്തിൻ്റെ മുഖം കാണുമ്പോഴാകട്ടെ, ഇനി ജനാസ നമ്മുടെ കണ്ണിൽ പെടുമ്പോഴാകട്ടെ, അപ്പോഴൊക്കെ ഇത് നമ്മൾ ചൊല്ലണം. സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. ഒക്കെ മരിക്കുകയാണ്, മരിക്കാത്തൊരു ശക്തിയുണ്ട്. അതാരാ? അള്ളാഹു. ആ അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സാക്കിയതോടെ പ്രദാനം ചെയ്യട്ടെ. മരണം നല്ല മരണമായി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സാലിഹ്യങ്ങളുടെ അള്ളാഹു നമ്മളൊക്കെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബിലേക്ക് എത്തുമ്പോൾ മാലിക് തങ്ങൾക്ക് കിട്ടിയതുപോലെ വലിയ സ്വീകാര്യതയും അള്ളാഹുവിൻ്റെ പൊരുത്തവും കിട്ടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.